ദൈവത്തിന് സ്തുതി. ഏറ്റവും സ്നേഹമുള്ളവരെ, AD 52 വിശുദ്ധ തോമാസ് ലീഹ വന്ന് ഇറങ്ങി എന്ന് പറയുന്ന പാലിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണിത്. ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ തോമാസ് ലീഹായുടെ മനോഹരമായ ഒരു രൂപം സ്റ്റാച്ചു വെച്ചിരിക്കുകയാണ്. 45 അടി ഉയരമുണ്ട് അതിന്. ആ രൂപത്തിന് നേരെ താഴെ കുറേ വെള്ളത്തിൽ ഒരു മനോഹരമായ വലിയൊരു വഞ്ചി കിടക്കുന്നു. ആ വഞ്ചി തോമാസ് ലീഹ വന്ന് ഇറങ്ങിയതിനെയാണ് സൂചിപ്പിക്കുക. ഈ രൂപം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലീഹ പറയുന്നതാണ്. യേശു ഉയർപ്പിന് ശേഷം മറ്റു ശിഷ്യന്മാർ കാണുകയും യേശുവിനെ കാണാതെ ഇരിക്കുകയും ചെയ്ത തോമാസ് ലീഹ, ഞാൻ അവൻ്റെ മുറിവുകൾ കാണുകയും എൻ്റെ കരങ്ങൾ അവൻ്റെ വിലാപ്പുറത്ത് നെഞ്ചിൽ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് യേശു പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ തോമാസ് ലീഹ യേശു പറയാ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നമ്മുടെ ഭാരതത്തിലേക്ക് തോമസ് ലീഹ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി എന്ന് പറയുന്നു. 7 പള്ളികൾ സ്ഥാപിച്ചു AD 52. തൻ്റെ ആ ജീവിതത്തിൽ തുടങ്ങിയ ഒരു പള്ളിയാണ് പാലിയൂർ പള്ളി. ഈ പാലിയൂർ പള്ളിയിൽ ഈശോയുടെ ആ ഒരു വലിയൊരു അനുഭവം നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ അനുഭവം. തോമസ് ലീഹ പറഞ്ഞില്ലേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. അവനോടുകൂടി പോയി മരിക്കുക മാത്രമല്ല, നമ്മുടെ ഭാരതത്തിലേക്ക് തോമസ് ലീഹ കടന്നു വന്നു. ആ കടന്നു വന്ന വിശ്വാസം ഭാരതീയരായ കത്തോലിക്കരായ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും തോമസ് ലീഹയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ്, മൈ ഗോഡ്.